കോട്ടയം MC റോഡിൽ നാട്ടകം പോളിടെക്നിക് കോളേജിന് സമീപമാണ് ജീപ്പും ലോറിയും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിക്കാനിടയായത്. സനോജ്, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് മറ്റു വിശദാംശങ്ങൾ? വിദിശ, പുലർച്ചെ 2 മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. അപകടത്തിൽ മരണപ്പെട്ടത് ജീപ്പ് ഡ്രൈവറും തിരുവഴും സ്വദേശിയുമായിട്ടുള്ള സനോഷാണ്. സനോഷിന് 45 വയസ്സായിരുന്നു. മരിച്ച രണ്ടാമത്തെ വ്യക്തി തമിഴ്നാട് സ്വദേശിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേരുവിവരങ്ങൾ ലഭിച്ചിട്ടില്ല. MC റോഡിൽ നാട്ടകം പോളിടെക്നിക് കോളേജിന് സമീപമാണ് ജീപ്പും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് ഈ മരണം സംഭവിച്ചിട്ടുള്ളത്. അപകടത്തിൽ 3 പേർക്ക് പരിക്കുണ്ട്. ജീപ്പ് യാത്രക്കാരായിട്ടുള്ള 2 പേരാണ് മരണപ്പെട്ടത്. ജീപ്പിന് പിന്നിൽ യാത്ര ചെയ്തിരുന്ന 3 പേർക്കാണ് പരിക്ക് പറ്റിയത്. ബാംഗ്ലൂരുവിൽ നിന്നും ലോഡുമായി വന്ന ലോറിയിലേക്കാണ് ജീപ്പ് ഇടിച്ചു കയറിയത്. ഇന്റീരിയർ വർക്ക് ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ജീപ്പിൽ ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ജീപ്പിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു. അപകടത്തെ തുടർന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീട് MC റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി. ആ ഗതാഗത തടസ്സവും പോലീസും രക്ഷാസേനയും ഇടപെട്ടാണ് നീക്കം ചെയ്തത്. എന്തായാലും ഇപ്പോൾ സാധാരണ നിലയിൽ വാഹനങ്ങൾ സർവീസ് നടത്തുകയാണ്. 2 പേർ മരണമടഞ്ഞു എന്നുള്ളതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. ശരി, സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കോട്ടയം MC റോഡിൽ നാട്ടകം പോളിടെക്നിക് കോളേജിന് സമീപമാണ് ജീപ്പും ലോറിയും കൂട്ടിയിടിച്ചൊരു അപകടമുണ്ടായത്. ഇതിൽ 2 പേർ മരിച്ചു എന്ന വിശദാംശങ്ങളാണ് പുറത്തേക്ക് വരുന്നത്.